അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് മത്തങ്ങി മമ്പയറും ഇട്ട് വെക്കുന്ന കറി വെക്കുന്ന ഒരു വീഡിയോ ആണ്. മത്തങ്ങി മമ്പയറൊക്കെ ഇപ്പം എല്ലാവരും കറി വെക്കലുണ്ടാവില്ല. അപ്പം നമ്മളിവിടെ എങ്ങനെ വെച്ചിക്കണമെന്നില്ല എന്ന് നോക്കിക്കോളി. അലാക്കിൻ്റെ ഒരു ചെമ്പിലൊരു 100-200 കിലോ മത്തങ്ങയും വെട്ടിയിട്ടുണ്ട്. അതിക്കൊരു 10-20 കിലോ മമ്പയറും ഉണ്ട്. അതിൻ്റെ ഒരു രണ്ടും പാടെ മിസ്സാക്കിയിട്ടുള്ള ഒരു കറിയാണെന്ന്. ഉച്ചക്ക് രാത്രിക്കൊക്കെയുള്ളൊരു ഫുഡാണ് കേട്ടോ. രാത്രിക്കത്തെ ഒരു വെജിറ്റബിളാണ് ഇത്, മത്തങ്ങയും മമ്പയറും. ഇപ്പം മത്തങ്ങ അവിടെ ബോയിലായി, അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മമ്പയർ ഇതാക്കണം ഇവിടെ ബോയിൽ ചെയ്ത് വെച്ചേക്കണം, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ മത്തങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇത് അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനിവിടെ മസാല ഇവിടെ വേറെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിക്കുള്ള മസാലയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഉള്ളിയും തക്കാളിയും അതിക്കുള്ള മസാലകളൊക്കെ ഇട്ടിട്ട് അതൊക്കെ വേവിച്ചെടുക്കുന്നുണ്ട്. മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. മസാല ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അതിനകത്ത് കൊണ്ടുപോയാണ്ട് ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. കാരണം അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇളക്കി മത്തങ്ങയൊന്നും പിന്നെ പീസ് കാണാതെ ആവും, പിന്നെ പായസമായി പോവും. മത്തങ്ങക്ക് അത്രയല്ലേ വേവുള്ളൂ. ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ മതി. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ മൊത്തം പൊടിഞ്ഞു പോവും. നല്ല പൊടിയില്ല മത്തങ്ങയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് മമ്പയർ ആദ്യം വേവിച്ച് വെക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് മത്തങ്ങ വേവിക്കുന്നത്, പിന്നെ അതിൻ്റെ കൂടെ മസാല വേറെ വേവിക്കുന്നത്. അപ്പോൾ മത്തങ്ങയെല്ലാം നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ മമ്പയർ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഈ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് അയക്കും തട്ടി കൊടുക്കുക. അത്രയും പണിയുള്ളൂ, പരിപാടി കഴിഞ്ഞു. മമ്പയറൊക്കെ ഇട്ട് കൊടുത്തേക്കണം. ഇതൊന്ന് ഇളക്കി മിക്സാക്കി കഴിഞ്ഞിട്ട് ആ മസാലയും കൂടി അതിലാണ് മിക്സാക്കി കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആയി. മസാല ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. നല്ല മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറാമ്പൂ, കുറച്ച് പട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുമ്പോൾ അപ്പോൾ അതിനൊരു വെറൈറ്റി ഒരു ടേസ്റ്റാണ്. തേങ്ങ ചേർക്കില്ല കേട്ടോ. കാരണം ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉള്ളതുകൊണ്ട് തേങ്ങ ഇല്ലാത്ത മറിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങ അരച്ച് ചേർക്കും. അപ്പോൾ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി അത് അതിക്ക് തട്ടിക്കഴിഞ്ഞാൽ സാധനം ഒക്കെ ആയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പുതിയ മുത്തുമണികളൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്. ലൈക്ക് എല്ലാവരും അടിക്കുക. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. ചെറിയ വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഓക്കേ.